രോഗത്തിന് ശാശ്വത പരിഹാരം. പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽനൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ 17 വനിതകളാണ് ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കാട് നൂൽ നെയ്ത്ത് കേന്ദ്രം കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 1983 KS നാരായണൻ നമ്പൂതിരി MLA ആണ് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി നൂൽ നെയ്ത്ത് കേന്ദ്രം ആരംഭിച്ചത്. കുറച്ചു കാലം പ്രവർത്തിച്ച ശേഷം കേന്ദ്രം പിന്നീട് അടച്ചുപൂട്ടി. 2007 വീണ്ടും ഖാദി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ഈ നിലങ്ങൾ നന്നാക്കി തരണം. ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പിന്നെ വെള്ളമില്ല, കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാൻ പാകമില്ല. അടുത്തൊരു ഇതിന്നാണ് ഞങ്ങൾ വെള്ളം കൊണ്ടുവന്നിരുന്നത്. അവരിപ്പോൾ ഗേറ്റ് അടക്കം പൂട്ടിയ കാരണം വെള്ളത്തിനും നല്ല ബുദ്ധിമുട്ടായി. ഇപ്പോൾ ബാത്റൂമിൽ പോകാനടക്കാൻ ഞങ്ങൾക്കിപ്പോൾ ഇനി കുറച്ച് വെള്ളം ഈ അടിയിൽ കിടക്കണം മാത്രമുള്ള കിണറ്റില്ല. അതും ഇപ്പോൾ അതാന്ന് പറയുമ്പോഴേക്കും കഴിയും. പിന്നെ ഞങ്ങൾക്ക് മെഷീൻ്റെ സാധനങ്ങളാണ് വെച്ചെങ്കിൽ ഒക്കെ നാശമായിട്ടായിരിക്കും. പാർസൽ കിട്ടാനില്ല എന്നാണ് പറയണത്. പുതിയ മെഷീന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല. മെഷീൻ തിരിക്കാൻ നല്ല ഭാരം കാരണം ഞങ്ങൾക്ക് നൂല് കിട്ടുന്നത് തന്നെ ഇല്ല. അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഞങ്ങൾക്ക് കൂടുതലുള്ളത്. നെയ്ത്തുകാർക്കായാലും അങ്ങനെ അവരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ലൈറ്റും ഫാനും ഒക്കെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പറ്റണില്ല. 11 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റണില്ല. അപ്പോൾ അതിന് ചൂട് കുറയ്ക്കാനുള്ള എന്തെങ്കിലുമൊക്കെ സജ്ജനങ്ങൾ ചെയ്തു തരണം. വെള്ളത്തിൻ്റെ കാര്യം ചെയ്തു തരണം. ലൈറ്റ് ഫാൻ അങ്ങനെയുള്ളതൊക്കെ വേണം. എന്നാലേ ഞങ്ങൾക്ക് പണിയാനിരിക്കാൻ പറ്റുള്ളൂ. മെഷീൻ്റെ കാര്യം എന്തായാലും ഞങ്ങൾക്ക് ചെയ്തന്നെ പറ്റുള്ളൂ. കെട്ടിടത്തിന്റെ നിലം പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണ് പൊന്തിക്കിടക്കുകയാണ്. മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലുമാണ്. അസഹ്യമായ ചൂടാണ് കേന്ദ്രത്തിനകത്ത് അനുഭവപ്പെടുന്നത്. ചുറ്റുമതിലില്ലാത്തതിനാൽ കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. കിണർ മലിനപ്പെട്ട് കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നുണ്ട്. വേനലിൽ കിണർ വറ്റി വരളുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. അപ്പം നെയ്ത്ത് ഇപ്പം തറയിടുന്നോടൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ അടിച്ചു വരായാലും ആകെ മൊത്തം പൊടി തന്നെയാണ്. എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ സീലിങ്ങിൻ്റെ എന്തായാലും വേണ്ടി വരും അല്ല, സീലിംഗ് വേണ്ടി വരും. അത് പൊടിക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട് പൊടിയുടെ ശല്യത്തിന്. അപ്പം അതെന്തായാലും ചെയ്യുക. പിന്നെ ചുറ്റുമതിലിൻ്റെ കാര്യങ്ങൾ, പിന്നെ വെള്ളം മെയിനായിട്ട് വേണം. ജനുവരി ആകുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളമൊക്കെ പറ്റും. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈത്തറികളും നൂൽപ്പ് യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. തകരാറിലായ പല യന്ത്രങ്ങളും ആയാസകരമായാണ് തൊഴിലാളികൾ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ നിന്നെല്ലാം ആകെ പൊട്ടിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഭയങ്കര അലർജിയും തുമ്മലാണ് എല്ലാവർക്കും. അപ്പോൾ അത് എന്തായാലും നിർബന്ധമായും ചെയ്തു തരണം. പിന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വറ്റാനായി തുടങ്ങി. കുടിക്കാനും വെള്ളം കിട്ടാറില്ല. കുടുംബം പുലർത്തുവാൻ തുച്ഛമായ വേതനത്തിലാണ് ഈ വീട്ടമ്മമാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. നൂൽ നെയ്ത്ത് കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.